ദൈവത്തിരുമകൾ മൂവി 2011 ഇറങ്ങിയ സിനിമയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ കണ്ട് കരഞ്ഞിട്ടുള്ള ഒരു ഹൈലൈറ്റ് കൂടെ ഈ സിനിമയ്ക്കുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി, ഒരു അച്ഛനും മോളും തമ്മിലുള്ള ഒരു ബോണ്ടിങ്. വിക്രം സാറിന് ഒരു റോൾ മോഡൽ ആക്കേണ്ട ഒരു ആക്ടർ തന്നെയാണ്. ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുക, അത്രത്തോളം ഇറങ്ങി ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് ഓഡിയൻസിനെ അത്രത്തോളം കണക്ട് ചെയ്യിപ്പിക്കുക, ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആക്ടറിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ആക്ടർ തന്നെയാണ് വിക്രം സാർ. തൻ്റെ മോളെ വിട്ട് പിരിയേണ്ടി വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ക്ലൈമാക്സ് സീനോട് അടുപ്പിച്ച് കോർട്ട് സീനിൽ. ആ ഒരു സീൻ, ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബോണ്ടിങ് അവിടെ ഉണ്ട് ആ കോർട്ട് സീനിനകത്ത്. നമ്മളും ആ കോർട്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ഈ സിനിമ അങ്ങ് കൊണ്ടുപോകാം. പുള്ളി അപ്പോൾ അഭിനയിക്കുന്ന അഭിനയം കണ്ട് അപ്പോഴേ തന്നെ എൻ്റെ ടോട്ടലി എൻ്റെ ബോഡി ഫ്രീസായി തുടങ്ങി. അതിൻ്റെ കൂടെ പുള്ളി കരഞ്ഞുകൊണ്ട് അഭിനയിച്ചിട്ട് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻസ് കാണിക്കും. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആ ഒരു വോളിയം കുറച്ചുകൂടെ അങ്ങ് കൂടും. സിനിമയ്ക്കകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഇതിൻ്റെ മ്യൂസിക്. ജി.വി. പ്രകാശാണ് ഇതിൻ്റെ മ്യൂസിക് എഴുതിക്കുന്നത്. ആ മ്യൂസിക് ഈ സീനും തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ലെവലൂടെ മാറിയപ്പം ഞാൻ അങ്ങ് കരഞ്ഞു തുടങ്ങി. ഞാൻ ത്രൂ ഔട്ടായിട്ട് കരയുക. ക്ലൈമാക്സ് സീൻ അടുക്കും തോറും നമ്മളിങ്ങനെ ആ സിനിമ ഇങ്ങനെ കൊണ്ടുപോവുക. ഒരു സിനിമ കണ്ട് ആദ്യമായിട്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ അത് എനിക്കൊരു സിനിമയായിട്ട് തോന്നിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ തന്നെയാണ് വിക്രം സാറ്. ആ ഒരു കാര്യത്തിലൊക്കെ പുള്ളിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇമോഷണലി നമ്മളെയൊക്കെ അങ്ങനെ കൊണ്ടുപോകും. ഈ പടത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനെന്ന് വെച്ചാൽ എതിർഭാഗം നിൽക്കുന്ന നാസർ പോലും അയാൾക്ക് ജഡ്ജ് ചെയ്യാൻ നേരത്തെ അറച്ചു പോകും ഇവരുടെ ആ ഒരു കണക്ഷൻസ് കണ്ടിട്ട്. അത്രയും നേരം ആ വ്യക്തി പോലും ഈ അച്ഛനെയും മോളെ വേർപിരിക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് അവിടെ നിന്ന് വാദിക്കുന്നത് എന്ന്. ഇവരുടെ ആ ഒരു ബോണ്ടിങ് കണ്ടിട്ട് പുള്ളി പോലും മെൽറ്റായി പോകുന്ന ഒരു സീനുണ്ട് ഈ പടത്തിനകത്ത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സീന് കണ്ടോക്ക്, എന്നിട്ട് നിങ്ങൾ പറ. கிருஷ்ணாவோட குழந்தை வளரல.